وسلم صلى الله على سيدنا محمد صلى الله عليه وسلم أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتر والحبيب العربي أنت أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الله 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 عليه توكلوا أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم تكبت على الخطا غير حسر ما عادت لك أشكو فيه يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله إننا نرجو إلى كسي هولك للعطش يوم نشر كتابي يا سيدي خير النبي الله 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 عليه توكلوا الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتر والحبيب العربي الله رسول الله صلى الله عليه وسلم തങ്ങളും പാപ്പാന്റെ പേരില് ഞങ്ങളും അൽഹംദുലില്ലാഹ് നൂറെ ഹബീബിന്റെ മുത്തുമണികള് ഒരു ദർസ് തുടങ്ങുകയാണ്. ദർസ് ബാങ്ക് എല്ലാ പണ്ഡിതന്മാരും ദർസിനോളം വേറൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് ദർസും സ്കൂളും അവരെ മതഭൗതികമായും സ്കൂളും മദ്രസും ഒരു കുട്ടിയെ കണ്ട് തന്നാൽ ഇൻഷാ അല്ലാഹ് ഒരു പണ്ഡിതനാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കാം. അള്ളാഹ് 50 മക്കൾ നമ്മൾ എടുക്കുള്ളൂ. ലൈവില് പറയാനും പേടി, എല്ലാവരും നമ്മളൊപ്പം തന്നെ എന്ത് ചെയ്യും, കൊണ്ടുവരും. കാരണം എല്ലാവർക്കും അറിയാം, നമ്മളെ മക്കളെ പോലെ നോക്കുന്ന എല്ലാവർക്കും അറിയാം ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ നമ്മളെ മരിച്ചാൽ അല്ലേ, ഇപ്പം നമ്മൾ കുറേ ആളുകൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും.
കുറെ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അതൊക്കെ മറക്കും അല്ലേ? അപ്പൊ നമ്മൾ കുറെ വീട് വെച്ച് കൊടുത്തു, പിന്നെ ഓരോ പരമ്പര അങ്ങനെ എന്ത് ചെയ്യും? അതൊക്കെ ചില മറക്കും. പക്ഷെ നമ്മളൊരു പണ്ഡിതനാക്കി ഒരു കുട്ടിനെടുത്താൽ ആ കുട്ടി എപ്പോഴെങ്കിലും ദ്വാരിക്കും, പഠിച്ചോനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഞങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചോ, എന്ത് ചെയ്യാം? പ്രതിഫലം നൽകുന്നത്. അത് നമ്മളെ ഖബർക്ക് എന്താവും? കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് കേട്ടോ, ശലങ്ങൾ എവിടെ പഠിച്ച്? ഞാൻ നൂറെ ഹബീബിന്റെ കോളേജിലാണ്. ഞങ്ങൾ മക്കൾ എവിടെ പഠിപ്പിക്കുന്നത്? ഞങ്ങൾ തങ്ങളെ പിന്നെ അത് മാത്രമല്ല, അൽഹംദുലില്ലാഹ് എൻ്റെ മക്കളെ പോലെ അതിനൊക്കെ ബിൽഡിങ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളെ ഇതിന് ബിൽഡിംഗ് ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പം അത് പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ ഷെഫി തങ്ങളും ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ പള്ളിയൊക്കെ പിന്നെ ഒഴിവാക്കിയിട്ട് ദർസിലേക്ക് ഇറങ്ങുകയാണ് ഷെഫി തങ്ങളും, അതുപോലെ തന്നെ കുറേ ഉസ്താദന്മാരൊക്കെ നമ്മൾ. അതുകൊണ്ട് അള്ളാഹു ഇൽമിൻ്റെ വിഷയമാണ് കേട്ടോ. തലബുൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ അല്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് ബാക്കി എന്തൊക്കെ ഇവർക്ക് പറയാണ്ട് ഒരു പറയാണ്ട് കേട്ടോളൂ ഇൻഷാ അല്ലാഹ്. സിസ്റ്റർ അവിടെ ഇരുന്നോളി. ഇന്നത്തെ പരിപാടിൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, നൂറെ ഹബീബെ ഉംറ സംഘം തിങ്കളാഴ്ച രാത്രി 130ഓളം അടങ്ങുന്ന സംഘം, 130ൻ്റെ അടുത്ത് 120 സംതിങ് ഉള്ള ആളുകൾ അവിടെ നിന്ന് രാത്രി പുറപ്പെട്ടു. അൽഹംദുലില്ലാഹ് സുബഹിൻ്റെ മുമ്പായിക്കൊണ്ട് 2 ഫ്ലൈറ്റുകളിലായിട്ട് പുറപ്പെട്ട് അൽഹംദുലില്ലാഹ് ഈ പുണ്യമാക്കപ്പെട്ട മക്കയിലെത്തി. ഉംറ ഇന്നലെ 2 ഉംറകൾ ഇന്നലെ ആകുമ്പോഴേക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സംഘത്തിൻ്റെ കൂടെ നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ബഹുമാനപ്പെട്ട തങ്ങളെ ഇതൊന്നും നന്മകൾ ആരും കാണില്ല. കാരണം തീരെ ഈ പരിശുദ്ധ ഹറമ് കാണാത്ത പാവപ്പെട്ട, ഒരിക്കലും ഇങ്ങോട്ട് എത്തിപ്പെടൂല എന്ന് വിചാരിച്ച ആളുകളെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് ഇതിൽ 10ഓളം പേര് അടങ്ങുന്ന സംഘത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആരെ തിരഞ്ഞെടുത്തത്? എത്രയോ ആളുകൾ, അതായത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സലാത്തുകൾ പാസ് ചെയ്യുന്ന ആളുകൾ, അഡ്മിന്മാരിൽപ്പെട്ട ആളുകളെ, അവരെ പാവപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്ത് 10-11 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ ഏറ്റവും നടക്കാൻ കഴിയാത്ത 2 പേര് തീരെ അവർക്ക് എന്ത് ചെയ്യില്ല, നടക്കാൻ കഴിയാത്ത ശിഹാബങ്ങൾക്കറിയാം, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ അയാളുടെ പിന്നെ അദ്ദേഹം തങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ദുആ ചെയ്യപ്പോൾ എന്നെ കണ്ടപ്പോൾ സങ്കടം പറഞ്ഞു, എന്നോട് പിന്നെ സന്തോഷം പറഞ്ഞു. ഞാനൊന്നും ഇവിടെ എത്തിപ്പെടുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. മാത്രമല്ല തങ്ങള് ഫ്ലൈറ്റ് ഇറങ്ങിയേക്ക് ആദ്യം എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഈ 120 ആളെ കാര്യമല്ല പറഞ്ഞത്, ഏറ്റവും പിന്നെ നടക്കാൻ കഴിയാത്ത ആ 2 പേർക്ക് ഒരു റൂം നിങ്ങൾ സെറ്റാക്കി കൊടുക്കണമെന്ന് അവിടുന്ന് പ്രത്യേകം വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴേക്ക് അതൊക്കെ റാഹത്താക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ പിന്നെ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ അത്താണി ഇല്ലാത്തവർക്കൊക്കെ ഒരു അത്താണിയായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഞാൻ പറയുന്നത്, ഇങ്ങനെ പാവപ്പെട്ടവരും നടക്കാൻ കഴിയാത്തവരും അതുപോലെ തന്നെ പല വയസ്സായ ആളുകളും 1 വയസ്സായ കുട്ടിയടക്കം ഞങ്ങളെ ഈ ഗ്രൂപ്പിലുണ്ട്. അതൊരു പ്രത്യേകതയാണ്. അള്ളാഹു തആല ദുആക്ക് ഉത്തരമുള്ള ഒരു സംഘമാക്കി അള്ളാഹു മാറ്റി തരുമാറാട്ടെ. നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയാം, ആയിരക്കണക്കിന് ആളുകൾ 4 വർഷത്തോളമായി ഈ ഗ്രൂപ്പ് തുടങ്ങി 1000ഓളം ആളുകളെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ ഏത് സമയത്തും എല്ലാ വെള്ളിയാഴ്ച രാവിലും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഫാത്തിഹ ഓതി ഇവിടെ നിന്ന് ദുആ ചെയ്യാറുണ്ട്. മാത്രമല്ല ഇവിടെ മക്കത്ത് വരുമ്പോഴും മദീനത്ത് ചെല്ലുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളോട് പോകുന്ന ആളുകൾക്കുള്ള ഏറ്റവും ശ്രേഷ്ഠത. ഇനി നോമ്പിൻ്റെ മുമ്പേ ഇൻഷാ അല്ലാഹ് ഒരു ഗ്രൂപ്പ് കൂടി പോയിട്ടുണ്ട്. അതിലൊക്കെ ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ വിളിച്ചു ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഒന്നും പിന്നെ കൊണ്ടുവരണ്ടെന്നാണ് തങ്ങളുടെ അഭിപ്രായം. കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കുക. ആളുകളില്ലാത്ത ഒരു പ്രശ്നവും നമുക്കില്ല. അത്രയും തങ്ങളുടെ കൂടെ പോരാൻ, പിന്നെ ഈ സംഘത്തോടൊപ്പം പോരാൻ വേണ്ടി ആളുകളൊക്കെ റെഡിയാണ്. അപ്പോൾ അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വെരിപ്പിച്ച് കാണിച്ചുകൊണ്ട് നമ്മളെ തങ്ങളെ കേൾത്താനൊക്കെ ആളുകൾ ഓൺലൈനിലൂടെയും അതുപോലെ തന്നെ വീഡിയോകളിലൊക്കെ ശ്രമിക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങളവർക്കും ഈ മജ്ലിസിനും അള്ളാഹു ഉയർച്ചയിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്
ഇന്ന് മക്കയിലെ ഞങ്ങൾ ചരിത്ര പ്രസിദ്ധമായ പല സ്ഥലങ്ങളും സിയാറത്ത് ചെയ്യാൻ പോവാണ്. അറഫ, മിന, മുസ്ദലിഫ, അതുപോലെ തന്നെ ഹിറാ ഗുഹ, ജബൽ സൗർ ഗുഹ അടക്കമുള്ള അവിടത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് 3 ബസ്സിലായിക്കൊണ്ട് ഇന്ന് രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടും. അവിടെയൊക്കെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇവിടുത്തെ 11 മണി കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ലൈവായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് കൂട്ടമായി കൊണ്ടുള്ള പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് അവിടെ പിന്നെ ഇതിലുണ്ടായിരിക്കും. ആ ലൈവിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊക്കെ ഈ പുണ്യമായ സ്ഥലത്ത് വരാനും ഉംറ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മക്കത്ത് കാണുമ്പോൾ ഓരോ ഉമ്മമാര് ഞങ്ങളുടെ അടുക്കൽ ഓടി വന്നുകൊണ്ട് പറയണേ, നിങ്ങൾ ഈ സലാത്തുൽ മജ്ലിസിൽ ഇരുന്ന് നിങ്ങളുടെ തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയത്. പല ഗ്രൂപ്പിൽ വന്നവരുണ്ടാവും, അവർ ഗ്രൂപ്പൊന്നും ഒരു വിഷയമല്ല, ഈ പുണ്യഭൂമിയിൽ എത്തിപ്പെടലാണ് അവർക്ക് ഖൈറ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്നൊക്കെ നമ്മോട് അവർ ഓടി എത്തുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, അവരുടെ സന്തോഷം പങ്കുവെക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഇവിടെ എത്താത്ത നമ്മുടെ നൂറെ ഹബീബ് ഗ്രൂപ്പിലുള്ള നിങ്ങൾക്കൊക്കെ അള്ളാഹു ഇവിടെ എത്തിക്കുമാറാവട്ടെ. ഇതിന് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞങ്ങൾ ലൈവ് ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇതിലൊക്കെ നിങ്ങൾ കൃത്യമായി പങ്കെടുക്കുക. 3 ബസ്സുകളിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഉസ്താദ് പരിചയസമ്പന്നനാണ്, അദ്ദേഹം ഒരു അമീറാണ്. അതുപോലത്തെ ഞാനും തങ്ങളും ഉസ്താദ് ഒക്കെ അല്ലേ ഞങ്ങളെ സംഘം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സിയാറത്തിലൊക്കെ അള്ളാഹു